ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫർസാന ഷാഹിദ്. കഴിഞ്ഞ മെയ് 1 എൻ്റെ എക്സാം ഉണ്ടായിരുന്നത്. അൽഹംദുലില്ലാ പാസ്സായി. ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡോ സാറിനോടും ഗൂഗിൾ സാറിനോടും ഒരുപാട് താങ്ക്സ് പറയാറുണ്ട്, എസ്പെഷ്യലി ഗൂഗിൾ സാറിനോട്. കാരണം ഞാൻ എക്സാമിന് പോകുമ്പോൾ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. കഴിഞ്ഞ എക്സാം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ സാറ് എന്താ പറയുക, ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് തന്നുകൊണ്ടാണ് എനിക്ക് എക്സാം എഴുതാൻ പറ്റി. പിന്നെ എന്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാർ അപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫോക്കസ് ചെയ്ത ഏരിയ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് ഫയൽ, ഓരോൺ, യെല്ലോ ഫയൽ, ഈ 3 ഫയൽസാണ് നോക്കിയത്. പിന്നെ അതിന് DH ഫയൽ നോക്കിയിട്ടുണ്ടായിരുന്നു. മെയ് ഫയലും ഓരോൺ ഫയലും യെല്ലോ ഫയലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. കാരണം അതിൽ ചില ക്വസ്റ്റ്യൻസ് ഒന്നും കറക്റ്റായിട്ടുള്ള ആൻസർ ആവില്ല ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ അസൈൻ ചെയ്തിട്ടുള്ള സാർ ഒരു മാമിനോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വന്നിട്ടുണ്ട്, ചിലപ്പോൾ മെയ് ഫയലിൽ കണ്ട ആൻസർ ആവില്ല, യെല്ലോ ഫയൽ ഉണ്ടാവുക. അപ്പോൾ അത് ഗൂഗിൾ സാറിനോട് ചോദിച്ച് സാറ് ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ ക്ലിയർ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അതിനുശേഷം DH ഫയൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കെമിസ്ട്രി പഠിക്കുമ്പോൾ അപ്ഡേറ്റ് കെമിസ്ട്രി ഫയൽ, അത് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മാത്രമേ ഞാൻ നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അധികം. പിന്നെ കാൽക്കുലേഷൻസും ഓൾ കാൽക്കുലേഷൻ എന്നുള്ളൊരു ഫയലും, പിന്നെ സാറ് തന്ന മെറ്റീരിയൽ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. സാർ അത് മെറ്റീരിയൽ 2 or 3 ടൈംസ് റിവൈസ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അതിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസും കാൽക്കുലേഷൻസും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ എല്ലാ ഫോർമുലാസും കൂടെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് എക്സാമിൻ്റെ തലേ ദിവസം നോക്കിയിട്ട് പോയത്. കാരണം എനിക്ക് ഉറപ്പായിരുന്നു എല്ലാ കാൽക്കുലേഷൻസും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. സോ ആ ഒരു ഫോർമുല നേരാവണ്ണം ഞാൻ പഠിച്ചിട്ട് പോയതുകൊണ്ട് പിറ്റേ ദിവസം എക്സാമിന് അത് യൂസ്ഫുള്ളായി. നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാം എളുപ്പമാവും. പിന്നെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സാം എനിക്ക് വളരെ എളുപ്പമെന്ന് പറയാൻ പറ്റില്ല, ടഫായിരുന്നു എക്സാം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരു 10-15 ക്വസ്റ്റ്യൻസേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അധികം കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ എക്സാമിലേക്ക് കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കിട്ടി, പക്ഷേ ഇപ്രാവശ്യം കുറവായിരുന്നു. പിന്നെ കാൽക്കുലേഷൻസ് എനിക്കൊരു 5 or 6 കാൽക്കുലേഷൻസേ വന്നുള്ളൂ. സ്ട്രക്ചേഴ്സ് ഒരു 7 or 8 സ്ട്രക്ചേഴ്സേ വന്നുള്ളൂ. സ്ട്രക്ചേഴ്സ് എല്ലാം ഏകദേശം നമുക്ക് നോർമലി പഠിച്ച സ്ട്രക്ചേഴ്സ് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാൽക്കുലേഷൻസ് എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് തോന്നിയില്ല. കാൽക്കുലേഷൻസ് ഒക്കെ ന്യൂ ടൈപ്പായിരുന്നു. എന്നാൽ കൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ലോഡിംഗ് ഡോസും വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ വായിക്കണം, എന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നുണ്ടാവുള്ളൂ. പിന്നെ ഫാർമക്കോളജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ലാബ് റിപ്പോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ലാബ് റിപ്പോർട്ട് തന്നിട്ട് അതിലൂടെയുള്ള ക്വസ്റ്റ്യനാണ്. കാണുമ്പോൾ പേടിയാവും, പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് ഇലാബറേറ്റ് ചെയ്തിട്ട് അവർ വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് തരിക. നമുക്ക് ടൈം കൺസ്യൂമിങ് ആയി തോന്നും, പക്ഷേ എന്നാലും വായിച്ചു നോക്കാം. പെട്ടെന്ന് വായിച്ചിട്ട് വല്ല ഡൗട്ട് തോന്നുന്നെങ്കിൽ ഫ്ലാഗ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. അതിൽ തന്നെ ടൈം കളയരുത്. കാൽക്കുലേഷൻ ഭാഗം എനിക്ക് അതാ പറയുള്ളൂ. ഫസ്റ്റ് നിങ്ങൾക്ക് കാൽക്കുലേഷൻ വായിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കിട്ടില്ല എന്ന് കണ്ടത് ഫ്ലാഗ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുക. അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം അത്രയും കൺസ്യൂം ആവും. അപ്പോൾ ലാസ്റ്റ് ഒരു വട്ടം കൂടി ബാക്കിലോട്ട് വന്നിട്ട് ഫ്ലാഗ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ റിലാക്സ് ആകുമ്പോൾ നമുക്ക് ആൻസർ താനെ കിട്ടും. പിന്നെ ഫാർമക്കോളജി അല്ലാത്ത ക്വസ്റ്റ്യൻസ്, ക്ലിനിക്കൽ സ്റ്റഡീസൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ വായിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടില്ല. 2 or 3 ടൈംസ് ക്വസ്റ്റ്യൻ വായിച്ചു കൊണ്ടിരിക്കുക. കാരണം നമ്മൾ നോർമലി ഡെയിലി ലൈഫിലൊക്കെ നടക്കുന്ന ഫാർമസിയിൽ നടക്കുന്ന സംഭവത്തെ ആയിരിക്കും അവരവിടെ കൊടുത്തിട്ടുണ്ടാവുക ക്വസ്റ്റ്യൻ രൂപത്തിൽ. പക്ഷെ നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ നമ്മൾ കുറേ തവണ വായിച്ചാലേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ ഞാൻ നോക്കിയ ഫയൽസ് ഇതൊക്കെയാണ്. പിന്നെ സാറിൻ്റെ മെറ്റീരിയൽ എല്ലാവരും നല്ലോണം വായിച്ചിട്ട് വേണം പോകാൻ, കാരണം അത് ബേസാണ്. അതിൽ നിന്നാണ് നമുക്ക് അത് പഠിച്ചാലാണ് നമുക്ക് ബാക്കിയുള്ള മെയ് ഫയൽ, ഓറിയൻ ഫയലൊക്കെ പഠിക്കാൻ സാധിക്കൂ. പിന്നെ ഞാൻ പോകുന്നതിൻ്റെ 2 days ബിഫോറായിട്ട് ക്രാഷ് കോഴ്സ് നന്നായിട്ട് നോക്കിയിട്ടാണ് പോയത്. ലാസ്റ്റത്തെ 5 ക്ലാസ്സസ് നന്നായിട്ട് പഠിച്ചിട്ടാണ് പോയത്. പിന്നെ മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുമാണ് പോയത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് സാറ് അവർ തരുന്ന ആ ഒരു മെറ്റീരിയൽസും കാര്യങ്ങളും പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. എക്സാം എളുപ്പമാവും. പിന്നെ കോൺഫിഡൻസോടുകൂടി ടെൻഷൻ അടിക്കാതെ പോയിട്ട് എക്സാം എഴുതി റിലാക്സ് ആയിട്ട് എക്സാം ഓരോ ക്വസ്റ്റ്യൻസും വായിച്ചെടുക്കണം. പഠിക്കുന്ന സമയത്ത് ഡൗട്ട് അപ്പോൾ ക്ലിയർ ചെയ്യാൻ നോക്കണം. കാരണം നമുക്ക് ചിലപ്പോൾ ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻ നാളെ ചിലപ്പോൾ നമുക്ക് ആൻസർ വേറെ ആയിട്ട് വരും. അതുകൊണ്ട് ഗ്രൂപ്പ് ഡിസ്കഷനിലെ ക്വസ്റ്റ്യൻസൊക്കെ പരമാവധി അറ്റൻഡ് ചെയ്യണം എല്ലാവരും. കാരണം നമ്മൾ പഠിച്ചതാവില്ല മേ ബി ചിലപ്പോൾ പിന്നീട് നമ്മൾ കാണുക. അപ്പോൾ ഇത് ക്ലിയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ ആവും അങ്ങനെ വരുമ്പോൾ. പക്ഷേ എങ്ങനെയൊക്കെ ആയാലും എല്ലാവരും പാസ്സാവും ഇൻഷാ അല്ലാഹ്. ഞാൻ ദുആ ചെയ്യാം. സോ ഇനി എല്ലാ എക്സാം എഴുതുന്നവർക്കും ഓൾ ദി ബെസ്റ്റ്.